കൂട്ടുകാരെ നമസ്കാരം. ഫിൽട്ടർ പ്യൂരിഫയർ ഉപയോഗിക്കുന്നവർ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, ഒരു ഇൻഫോർമേറ്റീവ് പർപ്പസ് ആയിട്ട് പറയുന്ന കുറച്ച് കാര്യങ്ങളാണിത്. അതിൽ ആദ്യത്തേതാണ് പ്യൂരിഫയർ അല്ലെങ്കിൽ ഫിൽട്ടർ. നമ്മൾ എല്ലായ്പ്പോഴും കേൾക്കുന്ന രണ്ട് പേരാണ് പ്യൂരിഫയർ എന്നുള്ളതും ഫിൽട്ടർ എന്നുള്ളതും. അപ്പോൾ എന്താണ് ഫിൽട്ടർ, എന്താണ് പ്യൂരിഫയർ? ഫിൽട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളത്തിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ പദാർത്ഥങ്ങൾ, കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്നതുണ്ടാവാം, പൊടി ഉണ്ടാവാം, ചെളി ഉണ്ടാവാം, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം തന്നെ, തുരുമ്പുണ്ടാവാം, ഇതെല്ലാം തന്നെ ട്രാപ്പ് ചെയ്ത് മാറ്റുന്ന ഒരു പ്രോസസ്സാണ് ഫിൽട്രേഷൻ പ്രോസസ്സ് എന്ന് പറയും. അരിച്ചെടുക്കുക എന്നുള്ള സംഭവം, അതാണ് നമ്മളൊരു ഫിൽട്ടർ എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഇതെന്ന് പറയുന്നതാണ് പ്യൂരിഫയർ. പ്യൂരിഫയറിൽ നമ്മൾ നടക്കുന്ന പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ പ്യൂരിഫിക്കേഷൻ പ്രോസസ്സാണ്. ആ പ്യൂരിഫിക്കേഷൻ പ്രോസസ്സിലും ഫിൽട്രേഷൻ പ്രോസസ്സും കൂടി അതിൽ ഉൾപ്പെടുന്നുണ്ട്. അപ്പോൾ വെള്ളത്തിന്റെ ടെക്സ്ചർ മൊത്തത്തിൽ മാറിയിട്ട് നമുക്ക് കുടിക്കാൻ പാകത്തിനായിട്ട് മാറ്റിയെടുക്കുന്ന ഒരു മെത്തേഡാണ് പ്യൂരിഫിക്കേഷൻ പ്രോസസ്സ്. അതാണ് നമുക്ക് പ്യൂരിഫയർ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ വെള്ളത്തിന്റെ സോഴ്സ് ഏതാണെന്നുള്ളത്. നമ്മൾക്ക് വീട്ടില് ഇപ്പോൾ പലരും കിണർ വെള്ളം യൂസ് ചെയ്യുന്നുണ്ടാവും, ബോർവെൽ ഉണ്ടാവും, ടാപ്പ് വാട്ടർ ഉണ്ടാവും, കനാൽ വാട്ടർ ഉണ്ടാവും, പുഴവെള്ളം ഉണ്ടാവും. പല ഏരിയയിൽ പല സോഴ്സ് നമ്മൾ വെള്ളം യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഏതാണ് നമ്മൾ യൂസ് ചെയ്യുന്ന സോഴ്സ് എന്നുള്ളൊരു ഐഡിയ നമുക്ക് എത്രയിലും വേണം. മൂന്നെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ സോഴ്സിൽ നിന്നുള്ള വെള്ളം കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് കുടിക്കാൻ പാകത്തിനുള്ളതാണോ എന്നുള്ളൊരു, അല്ലെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ പാകത്തിനുള്ളതാണോ എന്നുള്ളത് നമ്മൾ തന്നെ ഉറപ്പുവരുത്തണം. ചിലപ്പോൾ നമ്മുടെ വീടിന്റെ പരിസരവും കാര്യങ്ങളൊക്കെ വളരെ മലിനമായി കടന്നു കഴിഞ്ഞാൽ അതിൽ നിന്നുള്ള വെള്ളം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അറിയാലോ, ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ അറിയാം, പല അസുഖങ്ങൾ കാര്യങ്ങൾ വരാം. എത്ര സിസ്റ്റം വെച്ചാലും വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ സോഴ്സുകളെല്ലാം തന്നെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് വൃത്തിയിൽ നല്ല രീതിയിൽ പരമാവധി മലിനമാകാത്ത രീതിയിൽ നമ്മൾ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. ഈ ഏരിയയൊക്കെ നല്ല രീതിയിൽ സംരക്ഷിക്കാൻ ശ്രമിക്കുക. ഇതാണ് മൂന്നാമത്തെ കാര്യം. നാലാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇനി ഏതാണ് നമുക്ക് വീട്ടിൽ യൂസ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മുടെ ആവശ്യങ്ങൾക്ക് ഏതാണ് ഫിൽട്ടർ യൂസ് ചെയ്യണം, പ്യൂരിഫയർ യൂസ് ചെയ്യണം എന്നുള്ളത്. ഫിൽട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിണർ വെള്ളം, ബോർവെല്ല്, അല്ലെങ്കിൽ ഒരു ഹ്യൂജ് ക്വാണ്ടിറ്റി വാട്ടറും കാര്യങ്ങൾ നമുക്ക് എന്താ പറയാ, നമ്മുടേതായ ദൈനംദിന ആവശ്യങ്ങൾക്ക് യൂസ് ചെയ്യണമെങ്കിൽ കൂടുതലും ഫിൽട്ടർ ആയിരിക്കും ഇത്തിരി കൂടി ബെറ്റർ. പ്യൂരിഫയർ എന്ന് പറഞ്ഞാൽ നമുക്ക് കുടിക്കാൻ പാകത്തിനോട്ട് ആക്കിയെടുക്കുക. അത് നേരത്തെ ഞാൻ പറഞ്ഞ അതേ പോയിന്റ് തന്നെ. അപ്പൊ ഇപ്പോൾ പ്യൂരിഫയർ എന്ന് പറയുമ്പോൾ RO പ്യൂരിഫയർ ഉണ്ട്, UV വാട്ടർ പ്യൂരിഫയർ ഉണ്ട്, UF ഉണ്ട്, DM, അങ്ങനെ പല മെത്തേഡുകളുണ്ട് പ്യൂരിഫിക്കേഷൻ ടെക്നോളജി തന്നെ. അപ്പൊ അതിൽ ഏത് പ്യൂരിഫയർ വേണമെന്നുള്ളത് നമ്മൾ തന്നെ തീരുമാനിച്ചിട്ട് നമ്മൾ തന്നെ യൂസ് ചെയ്യും. അത് വെള്ളത്തിന്റെ സോഴ്സ് അനുസരിച്ചിട്ട് വേണം നമ്മൾ തീരുമാനിക്കാൻ. അപ്പൊ നാലാമത്തെ പോയിന്റും കഴിഞ്ഞു. അഞ്ചാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇതെല്ലാം യൂസ് ചെയ്ത ശേഷം നമ്മൾ കറക്റ്റ് മെയിൻറ്റെയിൻ ചെയ്യുക. അതായത് നമ്മളൊരു TV, ഫ്രിഡ്ജ് മേടിക്കണ പോലെയല്ല, ഇത് നമ്മൾ ദൈനംദിന ജീവിതത്തിൽ യൂസ് ചെയ്യുന്ന വെള്ളമാണ്. അപ്പൊ ആ വെള്ളം കറക്റ്റ് സമയത്ത്, അല്ലെങ്കിൽ ആ ഉപകരണം, വെള്ളം യൂസ് ചെയ്യുന്ന ഉപകരണം കറക്റ്റ് സമയത്ത് നമ്മളത് മെയിൻറ്റെയിൻ ചെയ്യുക. അതായത് സർവീസ് ചെയ്യേണ്ട സമയങ്ങൾ സർവീസ് ചെയ്യുക, അതിന്റെ മീഡിയ അങ്ങനത്തെ കാര്യങ്ങൾ മാറ്റേണ്ട സമയം കറക്റ്റായിട്ട് മാറ്റുക. അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമ്മൾ കറക്റ്റായിട്ട് ചെയ്യുക. ആറാമത്തെ പോയിന്റ് എന്ന് പറയുന്നതാണ് നമ്മൾ ഇപ്പൊ യൂസ് ചെയ്യുന്ന വെള്ളം പലപ്പോഴും നമുക്കൊരു അണ്ടർഗ്രൗണ്ട് ടാങ്ക് ഉണ്ടാവും, അല്ലെങ്കിൽ ഓവർഹെഡ് ടാങ്ക് ഉണ്ടാവും. അപ്പൊ ഈ ടാങ്ക് കാര്യങ്ങളൊന്നും ആൾക്കാർ ഗവനിക്കാറില്ല. അപ്പോൾ നമ്മൾ പല സ്ഥലങ്ങളിൽ പോകുമ്പോൾ വർഷങ്ങളോളം അവര് ക്ലീൻ ചെയ്യാണ്ട് വളരെ മലിനമായ രീതിയിലൊക്കെ ആയിരിക്കും ഇരിക്കുക. അപ്പൊ ഇതിൽ നിന്നുള്ള വെള്ളം നമ്മൾ എത്ര യൂസ് ചെയ്താലും ചിലപ്പോൾ പല മൈക്രോബിയൽ ഗ്രോത്തിനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ കറക്റ്റായിട്ട് അത് നമ്മൾ വൃത്തിയാക്കുക എന്നുള്ളതാണ്, കഴുകി വൃത്തിയാക്കുക ടാങ്ക് എല്ലാം തന്നെ. അപ്പോൾ വർഷത്തിൽ 2-3 പ്രാവശ്യമെങ്കിലും മിനിമം ചെയ്യുക. ഏത് വെള്ളത്തിന്റെ സോഴ്സ് അനുസരിച്ചിട്ട് ചിലപ്പോൾ കൂടുതൽ ചെയ്യേണ്ടി വരാണെങ്കിൽ ചെയ്യുക. അത് ഓരോരുത്തരുടെ വെള്ളം ഉപയോഗിക്കുന്ന അവസ്ഥ പോലെ ഇരിക്കും. ഇതാണ് ആറാമത്തെ പോയിന്റ്. ഏഴാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരമാവധി എല്ലാ രോഗങ്ങളും വരുന്നത് വെള്ളത്തിൽ കൂടിയാണ്. അതായത് പൊതുവെ ഇപ്പോൾ നമ്മളൊരു എന്താ പറയാ, ചെടി വളരുമ്പോൾ ഒരു വിത്തിൽ നിന്ന് ചെടി വളരണം. അപ്പൊ ചെടി വളരാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് ഹ്യൂമിഡ് നേച്ചറാണ് വേണ്ടത്. അതായത് ഹ്യൂമിഡിറ്റി വേണം, അത് ഈർപ്പം വേണം. അപ്പൊ അതുപോലെ തന്നെയാണ് ഈ പറഞ്ഞ എല്ലാ സാധനങ്ങളും, എല്ലാ മൈക്രോബിയൽ ഗ്രോത്തും വെള്ളത്തിലൂടെയാണ് കൂടുതലും സംഭവിക്കുന്നത്. അപ്പോൾ അതിനുള്ള സാഹചര്യം നമ്മൾ പരമാവധി ഒഴിവാക്കി നമ്മുടെ പരിസരവും നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ വസ്തുക്കളും, ഇപ്പൊ ടാങ്ക്, ബോറാണെങ്കിലും കിണറാണെങ്കിലും അതിന്റെ പരിസരവും കാര്യങ്ങളെല്ലാം തന്നെ നല്ല രീതിയിൽ വൃത്തിയായിട്ട് സൂക്ഷിക്കുക. കാര്യം പരമാവധി അസുഖങ്ങൾ വരുത്താതെ നോക്കുക. കാര്യം എല്ലാം ഇപ്പോൾ ഒരു ആന്റിബയോട്ടിക് റെസിസ്റ്റന്റ് പോലെ ഇത് ബാക്ടീരിയ എല്ലാം തന്നെ നമ്മൾ എത്ര ഒരു മെത്തേഡ് ക്ലീൻ ചെയ്താലും അതിനെ റെസിസ്റ്റ് ചെയ്തുകൊണ്ട് ഉള്ളൊരു അവസ്ഥയിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പരമാവധി എല്ലാം വൃത്തിയായിട്ട് സൂക്ഷിക്കുകയാണെങ്കിൽ മാത്രമേ നമുക്ക് ഇനിയുള്ള കാലഘട്ടത്ത് നല്ല രീതിയിൽ നമുക്ക് വെള്ളം ഉപയോഗിക്കാൻ പറ്റുമുള്ളൂ. അപ്പോൾ എല്ലാവരും പരമാവധി നല്ല രീതിയിൽ നമ്മുടെ പരിസരം വൃത്തിയായിട്ട് സൂക്ഷിക്കുക. ഓക്കെ, താങ്ക് യു.